മലയാളിയായ യുവ ഡോക്ടർ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ മരിച്ച നിലയിൽ. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി അഭിഷോ ഡേവിഡാണ് മരിച്ചത്. ഗോരഖ്പൂർ BRD മെഡിക്കൽ കോളേജിലെ PG 3-ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു. ഹോസ്റ്റൽ മുറിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിച്ചു. പാറശാല ഇടിച്ചക്കപ്ലാമൂട് അബിവില്ലയിൽ ഡേവിഡ് ജൂലിയറ്റ് ദമ്പതിമാരുടെ മകനാണ് 32-കാരനായ അഭിഷോ. ഗോരഖ്പൂർ ബാബ രാഘവദാസ് മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റൽ മുറിയിലാണ് മൃതദേഹം കണ്ടത്. അഭിഷോ ഡ്യൂട്ടിക്കെത്താത്തതിനെ തുടർന്നാണ് സഹപ്രവർത്തകർ താമസ സ്ഥലത്ത് അന്വേഷിച്ചെത്തിയത്. മുറി പൂട്ടിയ നിലയിലായിരുന്നു. പൂട്ട് തകർത്ത് അകത്ത് കയറിയപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം. അപ്പോഴും പഠിച്ചുകൊണ്ട് തന്നെ ഇരുന്നു എന്ന് പറഞ്ഞു. വെളിയിൽ ഒരു ഫ്രണ്ടുമായിട്ട് ടീ കുടിക്കാൻ പോയെന്ന് പറഞ്ഞു. പിന്നീടാണ് ഇങ്ങനെ അറിയുന്നത്. പിറ്റന്നാൾ അവർ ഡോറിൽ നോക്ക് ചെയ്യുമ്പോൾ എഴുന്നേറ്റില്ല. പിന്നീട് പൊളിച്ചാണ് അകത്തുനിന്ന് ഇങ്ങനെ നിലയിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞു. ആത്മഹത്യയാണെന്ന സംശയമുണ്ടെന്നും പോസ്റ്റ്മോർട്ടത്തിലെ മരണകാരണം വ്യക്തമാകുകയുള്ളൂവെന്നും പോലീസ് വ്യക്തമാക്കി. 1 വർഷം മുൻപാണ് അഭിഷോയുടെ വിവാഹം കഴിഞ്ഞത്. തിരുവനന്തപുരം SITയിൽ MDക്ക് പഠിക്കുന്ന ഭാര്യ ഡോക്ടർ നിമിഷ 8 മാസം ഗർഭിണിയാണ്. ഈ മാസം 19-ന് നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയായിരുന്നു അഭിഷോ. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷിച്ച് വസ്തുത പുറത്തു കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ ഇടപെടണം എന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഗോരഖ്പൂരിൽ ഇപ്പോൾ 3 വർഷം കൊണ്ട് അവിടെയാണ്. ഇപ്പം ഫൈനൽ ഇയർ കഴിയാൻ വേണ്ടി 3 വർഷത്തെ പഠനമാണ്. ഫൈനൽ കഴിയാൻ വേണ്ടി അടുത്ത മാസം കഴിയാനിരിക്കുകയാണ്. കേട്ടപ്പോൾ ഒരു ഞെട്ടലോടെയാണ് കേട്ടത്. ഇങ്ങനെ സംഭവിച്ചു, ഇത് എങ്ങനെ സംഭവിച്ചു എന്നാണ് നമുക്കറിയുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. കാരണം നമുക്കിത് എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു വസ്തുത അറിയണം. അപ്പോൾ അത് നമ്മുടെ സർക്കാർ ഇടപെട്ടാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു വലിയൊരു ഇടപെടൽ ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. മെഡിക്കൽ കോളേജിലെ PG അനസ്തേഷ്യ വിദ്യാർത്ഥിയായ അഭിഷോ ഹോസ്റ്റൽ മുറിയിൽ തനിച്ചായിരുന്നു താമസം. കോളേജിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് സഹപാഠികൾ പോലീസിനെ അറിയിച്ചത്. കുടുംബപരമായി പ്രശ്നങ്ങളില്ലായിരുന്നെന്ന് ബന്ധുക്കളും പറയുന്നു. ഈ സാഹചര്യത്തിൽ സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര.